അസ്ലം കോഴിക്കോട് പ്രത്യേകിച്ച് ഈ കുന്നമംഗലം കാരശ്ശേരി ഡിവിഷനിലാണെന്ന് തോന്നുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ 5 വിമതരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടായോ? പിന്നെ കോഴിക്കോടിന്റെ ഒരു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി തർക്കങ്ങളുണ്ട്. യൂത്ത് കോൺഗ്രസ് അതൊക്കെ ദുൽഖിഫിലൊക്കെ അത് കൃത്യമായിട്ട് പറഞ്ഞതുമാണ്. അപ്പൊ അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പലയിടങ്ങളിലും. പ്രത്യേകിച്ച് മേയർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാളിപ്പോയൊരു സ്ഥലം കൂടിയാണ് UDF-നെ സംബന്ധിച്ച്. LDF-ലും അങ്ങനെ തന്നെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, വിമതരുണ്ട്. എന്താണ് നിലവിൽ ഇവരെയൊക്കെ പിന്തിരിപ്പിക്കാനും ഒരു ആശ്വാസത്തിലേക്ക് കടക്കാനും മുന്നണികൾക്ക് സാധിച്ചിട്ടുണ്ടോ? കുറച്ചെങ്കിലും വിമതരെ പിന്തിരിപ്പിക്കാൻ മുന്നണികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതേസമയം തന്നെ അപ്പോഴും കുറച്ചുപേർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് കുന്നമംഗലം പിന്നെ കാരശ്ശേരി ഡിവിഷനിൽ 5 വിമതന്മാരുള്ള 3 പേർ പിൻവലിച്ചു. DCC അംഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരാണ് പിൻവലിച്ചത്. അതേസമയം തന്നെ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിഷാലും നേരത്തെ പിന്നെ ഇതേ കാരണം കൊണ്ട് പുറത്താക്കിയ ഷാനിബ് ചോണാണ് 2 പേരും വിമതരായത്തിന് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അവർക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാവും. എന്തായാലും കാരശ്ശേരി ഡിവിഷനിൽ കുന്നമംഗലം ബ്ലോക്കിലെ കാരശ്ശേരി ഡിവിഷനിൽ 3 പേർ രാജിവെച്ചിട്ടും വിമത ഭീഷണി ഒഴിഞ്ഞിട്ടില്ല. 2 പേർ ഇപ്പോഴും വിമതരായത്തിനെ തുടരുന്നുള്ളതാണ് വസ്തുത. അതേസമയം തന്നെ നമ്മൾ ഇന്ന് രാവിലെ വാർത്ത കൊടുത്ത് രമ്യ ഹരിദാസിന്റെ അമ്മ മത്സരിക്കുന്ന പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ പിന്നെ അനിത അനീഷ് എന്ന് പറയുന്ന അവരിപ്പോഴും വിമതരായിട്ട് നിൽക്കുന്നത്. അതായത് കുന്നമംഗലം ബ്ലോക്ക് UDF-ന്റെ കയ്യിലുള്ള 12 ബ്ലോക്കിൽ 2 ബ്ലോക്ക് മാത്രമാണ്, 2 ബ്ലോക്ക് പഞ്ചായത്തിലാണ് കോൺഗ്രസ് ഭരിക്കുന്നത്, UDF ഭരിക്കുന്നത്. അതിലൊരു ബ്ലോക്ക് പഞ്ചായത്തിലാണ് 2 സ്ഥലത്ത് വിമതരുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് തിരുവമ്പാടി പഞ്ചായത്തിലേക്കാണ്. അതിൽ പിന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ ടോമി കൊന്നാനിക്കലിനെതിരെ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി ജിതിൻ പല്ലാട്ട് റിബൽ സ്ഥാനാർത്ഥിയോ ഇതുവരെയും പിന്തിരിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നെങ്കിൽ പോലും അതിൽ പിന്തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജിതിൻ പല്ലാട്ട് റിബൽ സ്ഥാനാർത്ഥിയായി തുടരും. നാദാപുരം പഞ്ചായത്തിലാണ് CPM-ന് ഒരു വിമതനുണ്ടായിരുന്നു. CPI സ്ഥാനാർത്ഥി CPM-ന് വിമതനായി CPI ഉണ്ടായിരുന്നു. അവസാനം അത് അദ്ദേഹം പിന്മാറി. അങ്ങനെ ദിനേശൻ എന്ന് പറയുന്നത് CH ദിനേശനാണ് പത്രിക പിൻവലിച്ചത്. എന്തായാലും ഉദയത്ത് വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ അല്ലെങ്കിൽ LDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. ഫറൂഖ് നഗരസഭയിൽ 6ാം വാർഡിൽ 5 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. അവസാന തീരുമാനം എടുത്തിരുന്നില്ല. അവസാനം ഷാജി പറശ്ശേരി ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിച്ചു. അതിനെ തുടർന്ന് ബാക്കി 5 പേരും പത്രിക പിൻവലിച്ചിട്ടുണ്ട്. അതേസമയം CPM LDF-ന് ഏറ്റവും കൂടുതൽ തലവേദനയായത് തുറയൂർ പഞ്ചായത്തിലെ CPI-യുമായിട്ട് പ്രശ്നമാണ്. അവിടെ 8 സീറ്റുകൾ CPI സ്വന്തമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അത് ഇതുവരെയും പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ പിന്നെ തുറയൂർ പഞ്ചായത്തിൽ LDF മുന്നണി അല്ലാതെ തന്നെ മത്സരിക്കുന്ന CPM പ്രത്യേകമായിട്ടും CPI 8 സീറ്റുകളിലും അത് ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും ചില സീറ്റുകളിൽ അവർക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. അതേസമയം എല്ലാ സീറ്റുകളിലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. UDF-നും LDF-നും കോഴിക്കോട് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന കാര്യം ഉറപ്പായി തന്നെയാണ്.